ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി ഋതിയോടും രാജുവിനോടും പറയുക, അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനായിരിക്കും ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും ഞാൻ പാഴാക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരാം മക്കളെ, വാ നമുക്ക് പോകാം. അങ്ങനെ രാജുവും ഋതികയും പത്മാവതിയും കൂടെ ജഗന്നാഥനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം അംബികയും അവളുടെ കൂട്ടുകാരി പുഷ്കലയും ചേർന്ന് കാറിലിങ്ങനെ വന്നിരിക്കുവാണ്. പുഷ്കല ചോദിക്കുന്നു, എന്തിനാ നമ്മളിങ്ങനെ വന്നിവിടെ ഇരിക്കുന്നത്? അതൊക്കെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം എന്നിങ്ങനെ അംബിക പറയുവാണ്. അല്ല അംബിക, പത്മയും ഋതിയൊക്കെ വരുന്നത് ഈ വഴിക്കാണോ? അത് കേട്ടിട്ട് അംബിക പറയുക, അവരേത് വഴിയാ വരുന്നതെന്ന് ഞാനിപ്പം പറയാം. അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അംബികെ. എൻ്റെ പുഷ്പകലെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ കയറുന്നല്ലേ പറയുന്നത്? ഞാൻ ഋതികയുടെ ബാഗിൽ വെച്ചിരിക്കുന്ന പെൻഡ്രൈവിൽ ഒരു GPS ട്രാക്ക് വെച്ചിട്ടുണ്ട്. ആ ട്രാക്കറെ അവളുടെ ബാഗിൽ ഉള്ളത് കൊണ്ട് അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എൻ്റെ മൊബൈൽ പറയും. നമുക്കങ്ങനെ ആ വഴി അവരെ ഫോളോ ചെയ്യാം. ദാണ്ട പുഷ്പകലെ, ഋതികയുടെ ലൊക്കേഷൻ മൂവ് ആയി തുടങ്ങി, ഇനി നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ സമയം രാജുവും ഋതികയും പത്മാവതിയും കൂടെ ജഗന്നാഥൻ താമസിക്കുന്ന വീടിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പത്മാവതി ചോദിക്കുന്നു, ഇവിടെയാണോ ഇപ്പൊ ജഗന്നാഥേട്ടൻ താമസിക്കുന്നത്? അപ്പോൾ രാജു പറയുന്നു, അതേ അമ്മേ, കുവൈറ്റിലുള്ള അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടായത്, ആളകത്തില്ലേ എന്നിങ്ങനെ പത്മാവതി ചോദിക്കുമ്പോൾ, അങ്ങനെ അങ്ങ് തുറക്കാൻ പറ്റുമോ അമ്മേ, ശത്രുക്കളല്ലേ ചുറ്റുമുള്ളത് എന്ന് രാജു പറയുവാണ്. അമ്മ വന്നേ, നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അവർ 3 പേരൂടെ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഈ സമയം ജഗന്നാഥൻ ഇങ്ങനെ കിടക്കുവാണ്. ജഗന്നാഥൻ ആ കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തലക്കീഴി വെച്ചിരുന്ന ആ റിവോൾവർ എടുത്തുകൊണ്ട് ജഗന്നാഥൻ എഴുന്നേറ്റ് വരുവാണ്. ജഗന്നാഥൻ അങ്ങനെ പതുക്കെ കതവ് തുറക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ ഋതികയും രാജുവും പത്മാവതി, ആഹാ നിങ്ങളായിരുന്നോ, വരൂ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് ജഗന്നാഥൻ. ആ അംബികയോ അവളുടെ മകനോ ആണെങ്കിൽ ഇത് വെച്ച് പൊട്ടിക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. സൽക്കരിക്കാൻ ഇവിടെ ഒന്നുമില്ല, വേണുവിൻ്റെ കാരുണ്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ. സത്യത്തിൽ പേടിച്ചാണ് ഞാനിവിടെ കഴിയുന്നത്. അപ്പോൾ ഋതിക പറയുക, അങ്കിളെ, അതിന് ഞങ്ങൾ ചില പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് രാജു പറയും. എന്താ മക്കളെ എന്നിങ്ങനെ ജഗന്നാഥൻ രാജുവിനോട് ചോദിക്കുവാണ്. രാജു പറയുക, ഒരു തെറ്റും ചെയ്യാതെ കുരിശ് ചുമക്കുന്നവരാ ഞങ്ങളുടെ അമ്മയും ജഗന്നാഥനങ്ങളും. മോനെ, മോൻ പറഞ്ഞതൊക്കെ ശരിയാ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എത്ര നാളെന്ന് കരുതിയ അങ്കിളെ ഇങ്ങനെ കുരിശ് ചുമക്കുന്ന നിങ്ങൾ രണ്ടുപേരും? ഇതൊന്ന് ഇറക്കി വെക്കണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? ഉടനെ പത്മ പറയുക, പ്രതാപേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ് അഗ്നിശുദ്ധി വരുത്തണം നമുക്ക്. അതിന് അയാൾ കേൾക്കാൻ തയ്യാറാണോ പത്മേ? നമ്മൾ പറയുന്നുവെന്ന് കേൾക്കാൻ നിന്ന് തരണ്ടേ? പെങ്ങള് പറയുന്നതും കേട്ട് നടക്കുമല്ലേ അയാള്? ഋതിക പറയുക, നമ്മളെല്ലാവരും ചേർന്നുള്ള മീറ്റിങ്ങിന് അച്ഛൻ എന്തായാലും ഇരുന്നു തരില്ല. അത് മാത്രമല്ല, ആ പ്ലാൻ അറിഞ്ഞാലേ അമ്മായി അത് എങ്ങനെയും മുടക്കും. അതാണല്ലോ ഇക്കാലം അത്രയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ജഗന്നാഥൻ പറയുമ്പോൾ രാജു പറയാ, അതിനുള്ളൊരു വഴി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ. ഞാനും ഋതുവും കൂടെ ആലോചിച്ചെടുത്ത ഒരു പ്ലാനാണിത്. എന്താ മോനെ? അങ്കിളിനെയും അമ്മയെയും അംബിക കുടുക്കിയ കാര്യങ്ങളൊക്കെ വർമ്മ സാറിനോട് എന്ന പോലെ അങ്കിള് തുറന്നു പറയണം. ഞാനത് വീഡിയോയിൽ പകർത്തും, എന്നിട്ട് ഞാനത് വർമ്മ സാറിനെ കാണിക്കും. സത്യങ്ങളൊക്കെ എന്നായാലും വർമ്മ സാറിനെ ബോധ്യപ്പെടണമല്ലോ. ആദ്യത്തെ ഈ പ്ലാൻ വർക്കൗട്ട് ആയാൽ എന്തു തന്നെയായാലും അങ്കിളിനെയും അമ്മയും കാണണമെന്ന് സാറ് പിന്നെ താല്പര്യപ്പെടും. അപ്പോഴടുത്ത മീറ്റിംഗ് എന്തു പറയുന്നു അങ്കിളെ എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ ജഗന്നാഥൻ പറയുന്നു, കൊള്ളാം, ഞാൻ എല്ലാം തുറന്നു പറയാം. അങ്കിളെ, വർമ്മ സാറിനോട് പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അങ്കിള് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ മോനെ എന്നിങ്ങനെ ജഗന്നാഥന് സമ്മതിക്കുവാണ്. അങ്ങനെ ആ പ്ലാൻ സക്സസ് ആവുമോ എന്നുള്ള പ്രതീക്ഷയോടെ അവർ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഈ സമയത്ത് അംബികയും പുഷ്പകലയും കൂടെ തലയിൽ തുണിയൊക്കെ ഇട്ട് മറച്ച് ആ ഗാർഡനിൽ കൂടെ വരുന്നുണ്ട്. ഇതൊന്നും അറിയുന്നില്ല രാജുവോ ഋതികയോ പത്മാവതിയോ ഒന്നും. അവർ ജഗന്നാഥൻ പറയുന്ന ഷൂട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. ഈ സമയം അംബിക പതുക്കെ വന്ന് ആ ജനലിനെ തുറന്ന് അകത്തോട്ട് നോക്കുവാണ്. അംബിക നോക്കുമ്പോൾ ജഗന്നാഥനും പത്മാവതിയും ഋതികയും രാജുവും കൂടെ എന്തോ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതാണ്. അംബിക ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുവാണ്. അത് കണ്ടിട്ട് പുഷ്പകല പറയുന്ന, അംബികയെ സൂക്ഷിക്കണേ. രാജു സെറ്റ് ചെയ്ത് കൊടുത്ത ആ മൊബൈലിൽ കൂടെ ജഗന്നാഥൻ പറയുക, പ്രതാപ, ഇത് ഞാനാണ്, നിന്റെ ആ പഴയ സുഹൃത്ത് ജഗന്നാഥൻ. ഞാൻ തുറന്ന് പറയാൻ പോകുന്നത് ചില സത്യങ്ങളാണ്, എന്റെയും പത്മയുടെയും ജീവിതത്തിൽ നടന്ന ചില സത്യങ്ങൾ. അത്രയും പറയുമ്പോഴേക്കും അംബിക ബാഗിൽ കരുതിയിരുന്ന ആ റിവോൾവർ എടുത്ത് ജഗന്നാഥൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അംബിക ഷൂട്ട് ചെയ്യുവാണ്. എന്നിട്ട് അംബികയും പുഷ്പകലയും കൂടെ അവിടെ നിന്ന് ഓടിപ്പോയി കാറിൽ കയറി അങ്ങ് പോവാണ്. വെടിയേറ്റ് കിടക്കുന്ന ജഗന്നാഥനെ അയ്യോ അങ്കിളെ, ജഗന്നാഥേട്ട എന്നിങ്ങനെ പത്മാവതിയും വിളിക്കുവാണ്. ആരാണ് ഷൂട്ട് ചെയ്യുന്നറിയാൻ വേണ്ടി രാജു ഓടി
പുറത്തോട്ട് വന്നപ്പോഴേക്കും അംബികയുടെ കാറ് പൊയ്ക്കഴിഞ്ഞു. അമ്മേ, നമുക്ക് എത്രയും വേഗം അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, പിടിക്ക് എന്നും പറഞ്ഞ അവർ 3 പേരുടെ ജഗന്നാഥനെ ഇങ്ങനെ പിടിച്ചു പൊക്കുവാണ്. ജഗന്നാഥൻ കരഞ്ഞോണ്ട് പറയുന്നു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രതാപനെ ഒന്ന് കാണണം. അങ്ങനെ അവർ 3 പേരും ചേർന്ന് പ്രതാപനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പത്മാവതി ദേഷ്യത്തോടെ ചോദിക്കുന്നു, ആരായി ചതി ചെയ്തത്? അപ്പോൾ യാദൃച്ഛികമായിട്ട് പ്രതാപനും ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. പ്രതാപൻ ആരോ ഫോൺ ചെയ്യുന്നു. പ്രതാപൻ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. രാജു നോക്കുമ്പോൾ വർമ്മ സാർ. അയ്യോ വർമ്മ സാർ, അമ്മേ ഋതികെ, നിങ്ങളെ ഇപ്പോൾ വർമ്മ സാർ ഇവിടെ കാണണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിപ്പോ എന്നും പറഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാണ് രാജു. അങ്ങനെ പ്രതാപ് വർമ്മ ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഐസിയുവിന്റെ മുന്നിൽ രാജു നിൽക്കുന്നതാണ് കാണുന്നത്. പ്രതാപൻ രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ജഗന്നാഥനെ അറിയുവോ എന്ന് ചോദിച്ചിട്ട് രാജുവിൻ്റെ കയ്യിലോട്ട് നോക്കുമ്പോൾ രാജുവിൻ്റെ കയ്യിലൊക്കെ രക്തം കാണുന്നുണ്ട്. അപ്പോൾ ICUവിൽ നിന്നും ഡോക്ടർ പുറത്തോട്ട് വരുന്നു. പ്രതാപനെ കണ്ടുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നു, അല്ല ഡോക്ടറോ, എന്താ കാര്യം? അതെ, ഇപ്പം ഇവിടെ ICUവിലോട്ട് കൊണ്ടുവന്ന ജഗന്നാഥൻ എങ്ങനെയുണ്ട് ഡോക്ടറെ? അത് 3 ബുള്ളറ്റായിരുന്നു സാറേ, 3 ഭാഗത്തായിട്ട്, മരിച്ചിട്ടില്ല. ബട്ട് നോ ഹോപ്പ്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന ജഗന്നാഥന്റെ അടുത്തോട്ട് പ്രതാപൻ വന്നിരിക്കുവാണ്. പ്രതാപൻ ഇങ്ങനെ ജഗന്നാഥന്റെ കൈകളിലൊന്ന് തൊടുന്നുണ്ട്. പ്രതാപൻ അങ്ങനെ കൈവിരലുകളിൽ തൊട്ടപ്പോൾ ജഗന്നാഥന് ബോധം തിരിച്ചു കിട്ടുന്ന പോലെയായി. പെട്ടെന്ന് പതുക്കെ കണ്ണു തുറന്നിട്ട് പ്രതാപൻ എന്നിങ്ങനെ ജഗന്നാഥൻ പറയുവാണ്, പ്രതാപ, ഞാൻ നിരപരാധിയാണ്, മോള് എന്നിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെതല്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ചതിച്ചതാണ് അവൾ എന്ന് മാത്രമേ ജഗന്നാഥന് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് ആ ഹോസ്പിറ്റലിനടുത്തോട്ട് വരുന്നുണ്ട്. അതിനകത്തൊരു പോലീസ് നായുണ്ട്. ആ നായ് കുരച്ചുകൊണ്ട് ഓടി വരുവാണ്. വന്നിട്ട് രാജുവിൻ്റെയും പത്മയുടെയും അടുത്തു നിന്ന് കുരയ്ക്കുവാണ്. എന്നിട്ട് വീണ്ടും അത് കുരച്ചുകൊണ്ട് ഓടി ചെല്ലുന്നത് ഋതികയുടെ മുന്നിലോട്ടാണ്. ഋതിയെ കണ്ടിട്ട് ആ പോലീസ് നായ് നല്ലോണം കുരയ്ക്കുവാണ്. അത് കണ്ട് ഋതിയെ ഇങ്ങനെ ഭയന്ന് നിൽക്കുക. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പത്മാവതിയും രാജു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇത് അംബിക ചെയ്ത ചതിയാണ്. ഋതിക സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റിവോൾവർ കൊച്ചമ്മണിയോട് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ കൊച്ചമ്മണിയോട് പ്രത്യേകം അംബിക പറഞ്ഞിരുന്നു, അത് ഋതികയുടെ കർച്ചീഫിൽ പൊതിഞ്ഞു വേണം കൊണ്ടുവരേണ്ടതെന്ന്. ഒരു പോലീസുകാരി ഋതികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, വരൂ എന്നും പറഞ്ഞ് വിളിക്കുവാണ്. അംബിക ജഗന്നാഥനെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് തന്നെ ആ റിവോൾവർ ഋതികയുടെ കർച്ചീഫിൽ പൊതിഞ്ഞ് അതുപോലെ വെളിയിലോട്ട് വലിച്ചെറിയുവാണ്. എന്നിട്ട് അംബിക ഒന്നും അറിയാത്തവളെ പോലെ കാർ ഓടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ കുറെ പോലീസുകാരെല്ലാം ചേർന്ന് ഋതികയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പത്മാവതി വാവിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ പോലീസുകാര് ഋതികയും കൊണ്ട് വരുമ്പോഴത്തേക്കും അംബിക ന്യൂസ് റിപ്പോർട്ടേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാരും ഋതികയുടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാജു പോലീസുകാരോട് ഒച്ച വെക്കുന്നുണ്ട്, സാർ എന്താണ് ഈ കാണിക്കുന്നത്? എന്തിന്റെ പേരിലാണ് എന്റെ ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുന്നത്? ആ പോലീസുകാരൻ പണ്ടേ ഇവരുടെ എതിരാണെന്ന് തോന്നുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അനിയന്റെ ഭാര്യയാണോ ഈ കുട്ടി? അതേന്ന് പറയുമ്പോൾ മാറി നിൽക്കടാ അങ്ങോട്ട് എന്ന് രാജുവിനെ ആട്ടി പറയുവാണ്. എന്താ നീ കണ്ടതല്ലേ ഇവിടെ നടന്നതൊക്കെ? ആ ഡോഗ് വന്ന് നിന്നതും പിടികൂടിയ പ്രതി നിന്റെ ഭാര്യയാണ്. സാർ, വെടിയേറ്റ ജഗന്നാഥ് അങ്കിളിനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാനും എൻ്റെ വൈഫും കൂടെയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴങ്ങോട്ട് പ്രതാപ് വർമ്മ വരുന്നുണ്ട്. പ്രതാപ് വർമ്മ പോലീസ് ഓഫീസറോട് പറയുന്നത്, അതെ എൻ്റെ മകളാ അത്, അങ്ങനെ ഒരു ക്രൂരത ഈ കുട്ടി ചെയ്യില്ല. ഉടനെ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, സാറിന്റെ മകളായിരിക്കാം, സാർ അതിനു വേണ്ടി വാദിക്കുകയോ ശ്രമിക്കുകയോ വല്ലതും ചെയ്താൽ അതിന്റെ പ്രോബ്ലം സാറിന് തന്നെ ആയിരിക്കും. മാധ്യമക്കാരെല്ലാം നോക്കി നിൽക്കുക, അവരിപ്പോൾ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ രാജു പറയാ, മനുഷ്യർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന പോലെ പോലീസ് ഡോഗിന് മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിലോ സാറേ? എൻ്റെ വൈഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ. രാജു എന്നല്ലേ അനിയന്റെ പേര്? അതെ, രാജുവിന്റെ വികാരം എനിക്ക് ഉൾക്കൊള്ളാനാകും. ഇപ്പോൾ അനിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിൽ കൂടുതലോ റിയാക്ട് ചെയ്യുമായിരുന്നു. അനിയൻ കണ്ടതല്ലയോ, ഇത്രയോ ആൾക്കാർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ടും ആ പോലീസ് ഡോഗ് പോയി നിന്നത് അനിയന്റെ ഭാര്യയുടെ അടുത്തല്ലയോ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, അത് നിയമമാണ്. പ്രതാപൻ അങ്ങനെ ഓർക്കുവാണ് അനന്തംപിള്ളയാന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞത്. അനന്തംപിള്ളയുടെ മുഖത്ത് നോക്കി ഇതുവരെയും ഒരു പെണ്ണും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഒരു പിടി മണ്ണ് സത്യമാണെങ്കിൽ ഈ വർമ്മയെയും മകളെയും ഞാൻ എൻ്റെ കാൽക്കൽ വീഴിക്കും. ഇത് സത്യം 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 എന്നിങ്ങനെ 3 പ്രാവശ്യം അനന്തംപിള്ള പറഞ്ഞതൊക്കെ പ്രതാപ് വർമ്മ ഇങ്ങനെ ഓർക്കുവാണ്. സങ്കടത്തോടെ രാജു പറയുന്നു, എൻ്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. പോലീസ് ഓഫീസർ പ്രതാപ് വർമ്മയോട് ചോദിക്കുന്നു, സാറേ, സണ്ണില്ലോ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇത് നിയമമാണോ? ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതോ സാറിനി മരുമോൻ പറയുന്നത് ശരിവെക്കുവാണോ? പ്രതാപൻ മനസ്സിൽ പറയുന്നു, ഇത് ചതിയാണ്, ആ അനന്തന്റെ ചതി.
രാജു പറയാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതാപൻ ഉടനെ രാജുവിനോട് പറയുന്നു, രാജു, നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. അല്ല സാർ, ഞാൻ ഇല്ല, നീ മിണ്ടാതിരിക്കുക. നാട്ടുകാരും മീഡിയക്കാരും കൂടുന്നതിന് മുമ്പ് അവളെ അങ്ങ് വിട്ടേരെ. രാജു, ഇത് ചതി തന്നെയാ, അതെനിക്ക് വ്യക്തമായി മനസ്സിലായി. ഇപ്പോൾ നീ എടുത്ത് ചാടരുത്, അബദ്ധമൊന്നും പറയുകയും ചെയ്യരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. സാറേ, ഈ കുട്ടി തെറ്റുകാരിയാണോ ഇല്ലയോ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട വിഷയമാണ്. പ്രഥമ ദൃഷ്ടിയിൽ അവർ കുറ്റക്കാരിയാണെന്ന് പോലീസ് ദൃഷ്ടിയിൽ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ആ നിയമം ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ. ശരി, നിങ്ങളുടെ നിയമം അതിൻ്റെ വഴിക്ക് തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. ഒരു നിരപരാധി രക്ഷിക്കാനുള്ള വഴി ഞാനും നോക്കിക്കോളാം എന്നിങ്ങനെ പ്രതാപനും പറയുവാണ്. താങ്ക് യു സാർ എന്ന് പ്രതാപനോട് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ഋതുവും കൊണ്ട് പോവുകയാണ്. ഋതു എന്നും പറഞ്ഞ് രാജു പൊട്ടിക്കരയുവാണ്. പ്രതാപൻ രാജുവിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാജു, ഋതിക നിന്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ മകളു കൂടിയാ. അവളെ രക്ഷിച്ചെടുക്കേണ്ട കടമ നിന്നെപ്പോലെ എനിക്കുമുണ്ട്. എന്തും ആലോചിച്ച് ചെയ്യണം. ഞാനില്ലേ രാജു നിന്നോടൊപ്പം. പോലീസ് ഓഫീസറും കൈക്കൂലിക്കാരനാണെന്ന് തോന്നുന്നു. അവൻ വലിയ സന്തോഷത്തിലിരിക്കുവാണ്. ഋതിക മനസ്സിൽ പറയാ, ഇതാരോ എന്നെ കുടുക്കിയതാണ്. ആ അങ്കിളിനെ കൊന്ന് എന്നെ ജയിലിലാക്കണം. ഇത് അവരുടെ പണിയാ, അവർ തന്നെ ചെയ്തതാണിത്. പോലീസ് ഓഫീസർക്ക് അപ്പോൾ ഫോൺ കോൾ വരുന്നുണ്ട്. അയാൾ ദേഷ്യത്തോടെ പറയും, ഓ DGPയാ, വരുന്നുണ്ട് ഫോൺ കോള്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന മിനിസ്റ്ററുടെ മോളെ അല്ലയോ, ഇനി ഒരു സ്വസ്ഥതയെ ഉണ്ടാവില്ല. അപ്പോൾ DGP ചോദിക്കുന്നത്, എന്ത് പാടോ കേൾക്കുന്നതൊക്കെ? ആരെയാണ് താൻ കസ്റ്റഡിയിലെടുത്തെന്ന് വല്ലതും തനിക്ക് അറിയാവോ? അറിയാം സാർ. തനിക്ക് എന്തറിയാം? സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ മകളാണത്. വെറും മന്ത്രിയല്ല അദ്ദേഹം, ക്ലീൻ ഇമേജുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളീയർക്ക് വളരെ ആദരണീയനാണ് പ്രതാപവർമ്മ. സാറേ, പ്രതാപവർമ്മ വലിയ മനുഷ്യനാ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മകള് കുറ്റം ചെയ്താൽ കസ്റ്റഡിയിൽ എടുക്കണ്ടേ സാറേ? നമ്മളുടെ ഡോഗ് ചെന്ന് പിടികൂടിയത് അവളെയാണ്. സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത ഗണ്ണും കർച്ചീഫും സ്മെൽ ചെയ്ത പോലീസ് ഡോഗ് നോക്കി ചെന്നതും കുറ്റവാളി എന്ന് കണ്ടെടുത്തതും ഇവളെയാണ് സാർ. അപ്പോൾ IG പറയുന്നുണ്ട്, നായി കണ്ടെത്തി എന്ന് പറയുന്നതൊക്കെ കോടതിയിൽ അതൊരു തെളിവായിട്ട് വരില്ല. ആരോ പറഞ്ഞുറപ്പിച്ച് കൊടുത്തതുപോലെ തന്നെ ആ പോലീസ് ഓഫീസർ ഋതികയെ തിരിഞ്ഞു നോക്കിയാണ് പറയുന്നത്, അങ്ങനെ അല്ലല്ലോ സാർ. മർഡർ നടന്ന സ്ഥലത്തു നിന്നും കണ്ടെടുത്ത ഗണ്ണും കർച്ചീഫും പ്രധാനമായ ഒരു തെളിവാണ്. അത് സ്മെൽ ചെയ്ത് പോലീസിനായി ചെന്ന് നിന്നത് ഇവളുടെ കാൽച്ചുവട്ടിലുമാണ് സാർ. ഡോഗ് അവളെ നോക്കി കുരയ്ക്കുകയും ചെയ്തു. അപ്പോൾ IG പറയുന്നു, മീഡിയയും പബ്ലിക്കും നോക്കി നിൽക്കെ ഒരു മിനിസ്റ്ററുടെ മകളെ താൻ അറസ്റ്റ് ചെയ്തത്. അവൾ തെറ്റുകാരിയാണെങ്കിൽ അത് ഓക്കെ, അഥവാ അവൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ താൻ ആ യൂണിഫോം അഴിച്ചു വെച്ച് എന്നേക്കുമായി വീട്ടിലിരിക്കേണ്ടി വരും. മൈൻഡ് ഇറ്റ് എന്നും പറഞ്ഞ് IG ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഋതികയും കൊണ്ട് ആ പോലീസ് ജീപ്പ് പോവുകയാണ്. ഈ സമയം അംബിക വീട്ടിൽ വന്ന് കുളിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ പതട്ടത്തോടെ അങ്ങോട്ട് ഓടി വരുവാണ്. അപ്പോൾ ദീപക് വന്നിട്ട് ചോദിക്കുന്നു, അമ്മ ഇതെവിടായിരുന്നു? അപ്പോൾ അംബിക ചോദിക്കുക, എടാ നീ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? വിമൻസ് ക്ലബ്ബ് മെമ്പർ മല്ലിക വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ അമ്മേ? എടാ അവള് നുണ പറയാൻ വഴിയില്ല, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ദീപക്കിന് പിടികൊടുക്കാതെ അംബിക ഓടിച്ചെന്ന് TV ഓൺ ചെയ്യുവാണ്. അപ്പോൾ TVയിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് പറയുന്നു, അല്പം മുമ്പാണ് നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറിയത്. വെടിയേറ്റ് മരിച്ച ജഗന്നാഥനും അയാളെ റിവോൾവർ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ഋതികയും തമ്മിൽ എന്തോ പൂർവികമായ ശത്രുതയുണ്ടെന്ന്. ഇപ്പോൾ പോലീസ് ഋതികയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദീപക് വെപ്രാളത്തോടെ എന്താമേ കേൾക്കുന്നത്? മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ ഏക മകളാണ് ഋതിക വർമ്മ. എന്താടാ മനസ്സിലാകാതിരിക്കാൻ, നീ എന്താ മണ്ടനാണോ? എടാ, ഋതിക ജഗന്നാഥനെ വെടിവെച്ച് കൊന്നെന്ന്. സംഭവ സ്ഥലത്തെത്തിയ പോലീസും ഡോഗ് സ്ക്വാഡും ജഗന്നാഥനെ കൊല്ലാൻ ഉപയോഗിച്ച തോക്കും ഒരു കർച്ചീഫും കണ്ടെടുത്തു. അത് മണത്തെത്തിയ പോലീസ് ഡോഗ് റോക്കിയാണ് ജനറൽ ആശുപത്രിയിൽ വെച്ച് ഋതികയെ കണ്ടെത്തിയത്. പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. വളരെയധികം നാടകീയ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ദീപക്കിന് നല്ല സംശയം തോന്നുന്നത് അംബിക തന്നെയാണ് ചെയ്തതെന്ന്. അംബിക ദീപക്കിനെ നോക്കുക പോലും ചെയ്യുന്നില്ല. ദീപക് ഒരു പുഞ്ചിരിയോടെ അംബികയെ അമ്മേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ അംബിക ഒന്നും ഞെട്ടുന്നുണ്ട്. എന്താടാ, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്നിട്ട് വെപ്രാളത്തോടെ ശേഖര, യാമിനി രണ്ടാളും ഇങ്ങോട്ടൊന്ന് വന്നേ. ദീപക്കിന്റെ നോട്ടം കണ്ടിട്ട് അംബിക പറയാ, വേണ്ടേ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും നീ കാണിക്കല്ലേ, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ശേഖരനും യാമിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. TVയിൽ അപ്പോൾ ഋതിയെക്കുറിച്ചുള്ള ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുവാണ്. കൊല്ലപ്പെട്ട ജഗന്നാഥ വർമ്മ
കൊല്ലപ്പെട്ട ജഗന്നാഥവർമ്മയുടെ പ്രതാപവർമ്മയുടെ പഴയ സുഹൃത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. ടി വിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകാതെ ശേഖരനും യാമിനിയും കരയുവാണ്. അത് കണ്ടിട്ട് അംബിക പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മയുടെ ഏക മകളാണ് ഋതിക വർമ്മ എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. CI ചന്ദ്രഭാനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ജനറൽ ആശുപത്രി വെച്ച് ഋതികയെ അറസ്റ്റ് ചെയ്തത്. ഒന്നും അറിയാത്തതുപോലെ കരഞ്ഞുകൊണ്ട് അംബിക പറയുക, അയ്യോ ദൈവമേ, കൊലക്കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അവൾ തൻ്റെടിയാണെന്ന് എനിക്കറിയാം. ദീപക് പറയുക, പക്ഷെ ഇത്രയും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. അംബിക പറയാ, ദൈവമേ, എത്ര നാളിനി ജയിലിൽ കിടക്കേണ്ടി വരും. യാമിനി പൊട്ടി കരഞ്ഞോണ്ട്, ശേഖരേട്ടാ, നമ്മുടെ മോള് നമ്മൾ എന്തൊക്കെയായി കേൾക്കുന്നത്. അംബിക വീണ്ടും പറയാ, ഛേ, ഇതിപ്പോ അമ്മയുടെ കാമുകനെ മകള് റിവോൾവർ കൊണ്ട് ഷൂട്ട് ചെയ്തെന്നുള്ള വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? എന്തൊക്കെ നാണക്കേട എൻ്റെ ഭഗവാനെ. അന്തസ്സും അഭിമാനമുള്ള ഒരു തറവാട്ട് അതിന്റെ തായ്വേര് ഇളക്കിയില്ലേ ഇവള്. ഇനി പോലീസും മീഡിയക്കാരും നാട്ടുകാരും എല്ലാം ഇതിന്റെ പുറകെ ആയിരിക്കും. കൊല്ലപ്പെട്ടതേ അമ്മയുടെ ജാരൻ മാത്രമല്ല, അതിനി അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം കൂടി മീഡിയക്കാര് കണ്ടെത്തും. ഒടുവിലെ അച്ഛനെ കൊന്ന മകളെന്ന കീർത്തി കൂടെ ഇവൾക്ക് കിട്ടും. അംബികയുടെ അഹങ്കാരം കേട്ടു നിൽക്കാൻ കഴിയാതെ യാമിനി ദേഷ്യത്തോടെ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? അംബിക, എന്താടി നിനക്ക്? എൻ്റെ മനസ്സിലെ വിഷമം ഞാനൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നീ പൊട്ടിത്തെറിക്കുന്ന എന്താടി? അത് കേട്ടിട്ട് ശേഖരൻ ദേഷ്യത്തോടെ പറയാ, നിങ്ങളുടെ മനസ്സിൽ വിഷമമല്ല, സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ ഋതുമോൾ ആരെയും കൊല്ലില്ല, അവൾക്ക് ആരെയും കൊല്ലാനും കഴിയില്ല. ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഓഹോ, അപ്പൊ ഞാൻ വളർത്തിയ പെണ്ണ് ഇപ്പൊ നിങ്ങളുടെ മകളായോ? അതിന് നിങ്ങൾ വളർത്തിയതല്ലല്ലോ, ബലിയാടാക്കാൻ വേണ്ടി ഒരുക്കി നിർത്തിയതല്ലേ മോളെ. ശേഖരൻ കരഞ്ഞോണ്ട് പറയുക. യാമിനി ശേഖരനോട് പറയുന്നു, ശേഖരേട്ടാ, ഇതൊരു വലിയ ചതിയാണ്, ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അംബിക ചോദിക്കുന്നു, ഗൂഢാലോചനയോ? അവള് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് വരെ പോലീസുകാർ കണ്ടെടുത്തു. ആ ഗണ്ണ് സ്മെല്ല് ചെയ്ത പോലീസ് ഡോഗാ ഋതികയെ കണ്ടുപിടിച്ചത്. ശേഖരൻ ദേഷ്യത്തോടെ പറയാ, ഋതുമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണിത്. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. ശേഖരേട്ടാ, ഈ ചതിക്കുഴി ഒരുക്കിയവരെ എന്തായാലും പോലീസ് പൊക്കും എന്ന് പറഞ്ഞിട്ട് യാമിനി ശേഖരനും അങ്ങ് പോവുകയാണ്. ശേഖരൻ ആരെയോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത് അംബിക കണ്ടിട്ട് വെപ്രാളം പിടിക്കുന്നുണ്ട്. രാജുവും പ്രതാപവർമ്മയും ഇങ്ങനെ കാറിൽ വരുക. പ്രതാപവർമ്മ രാജുവിനോട് പറയുന്നു, ആ അനന്തംപിള്ളയാണ് ഇതിന്റെ പിന്നിൽ. അവൻ നടത്തിയ ഗൂഢാലോചനയാണ് എൻ്റെ മകളെ കുടുക്കിയത്. വിടില്ല ഞാൻ അവനെ എന്നും പറഞ്ഞിങ്ങനെ വണ്ടിയെ വരുമ്പോൾ ഒരാളവിടെ കാത്തു നിൽക്കുന്ന പോലെ തോന്നുന്നു. ഉടനെ പ്രതാപം പറയുന്നു, വണ്ടി ഒന്ന് നിർത്തിക്കേ. രാജു, അതാണ് നമ്മുടെ അഡ്വക്കേറ്റ്, നീ അയാളുമായി കാറിൽ പൊയ്ക്കോ. പിന്നെ FIR എഴുതുന്നതിന് മുമ്പ് നീ അവിടെ എത്തിയിരിക്കണം, ഞാൻ പുറകെ അങ്ങ് എത്താം. അങ്ങനെ പ്രതാപൻ എന്തൊക്കെയോ രാജുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി സാർ എന്നും പറഞ്ഞ് രാജു വക്കീലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ രാധമ്മയും വേണുവേട്ടനും ഒക്കെ ഇങ്ങനെ ന്യൂസ് കാണുവാണ്. പ്രതിയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ട് രാധമ്മ കരയുക. വേണുവേട്ടന് സങ്കടത്തോടെ പറയുന്നു, കുടുക്കിയതാണ് എൻ്റെ മരുമോളെ. അടുത്ത് തന്നെ കൊച്ചമ്മണി ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. വേണുവേട്ടൻ ജയനെ നോക്കുമ്പോൾ ജയൻ ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എടാ ജയ, നമ്മുടെ മോക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുവോടാ? ഒരിക്കലും ഇല്ലച്ചാ, ഋതുമോളൊരു പാവമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജയൻ കൊച്ചമ്മണിയെ നോക്കുന്നുണ്ട്. കൊച്ചമ്മണി മനസ്സിൽ പറയുക, ഇവരെന്താ അമ്മായിയപ്പനും മരുമോനും എന്നെ ഇങ്ങനെ മാറി മാറി നോക്കുന്നത്? ദൈവമേ, ഇനി ഇവർക്കെങ്ങാനും എന്നെ സംശയമുണ്ടോ? പണി കിട്ടുവോ എനിക്ക്? ഋതുമോള് വർമ്മസാറിന്റെ മോളല്ലേ അച്ഛാ? വർമ്മസാറ് പറഞ്ഞ മോളെ വിടില്ലേ എന്നിങ്ങനെ പ്രിയ ചോദിക്കുക. അപ്പോൾ ജയൻ പറയാ, പോലീസിനായ ഋതുമോളെ പിടികൂടിയത്. പട്ടിക്ക് ജാതിയും മതവും നിറവും ഒന്നും ഭേദവ്യത്യാസം ഇല്ല. കേസ് ഇങ്ങനെ ആയതുകൊണ്ട് വർമ്മസാറിന് ഇടപെടാൻ പറ്റുമോ? ഉടനെ കൊച്ചമ്മണി പറയാ, അല്ല, ഒരു തോക്കും തൂവാലയും കണ്ടെടുത്തെന്നല്ലേ വാർത്തയിലെ പെങ്കൊച്ച് പറഞ്ഞത്? ഒരു തോക്ക് മണത്തിട്ടാ പട്ടി കൃതിയ മോളെ പിടികൂടിയത്. ജയൻ നോക്കുന്ന കണ്ടിട്ട് കൊച്ചമ്മണി പറയാ, നീ എന്തിനാടാ എൻ്റെ നേരെ ഇങ്ങനെ തുളച്ചു കയറുന്ന മാതിരി ഒരുമാതിരി നോട്ടം നോക്കുന്നത്? പട്ടി തോക്ക് മണത്തപ്പോഴേ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടതും കൊച്ചമ്മണി അങ്ങ് ഞെട്ടിപ്പോയി. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പിന്നെ ഞാൻ എവിടെ പോകാനാടാ? അയ്യോ, ഇവന്റെ നോട്ടം കണ്ടിട്ട് ഇവനെന്റെ അന്തകനായിട്ട് തീരുവെന്നാ എനിക്ക് തോന്നുന്നത്. ജയനും മനസ്സിൽ പറയുന്നുണ്ട്, ഇവരെ എനിക്ക് നല്ല സംശയമുണ്ട്, ഇവർക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രിയ പറയുക, ആര് ചെയ്തെന്നും ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ വൈകാതെ തന്നെ പോലീസ് കണ്ടെത്തും. ചില ഏജന്റന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പാരയെടുത്ത് മുതുകിന് ശരിക്ക് 2 കൊടുത്താലേ തത്ത പറയുന്ന പോലെ പറയും.
മോളെ, സംശയം വെച്ച് ആരെയും കുറ്റപ്പെടുത്തല്ലേ. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. രാധമ്മ കരഞ്ഞുകൊണ്ട് പറയുക. കൊച്ചമണി അവിടെ നിന്ന് ആരും കാണാതെ പുറകെ വന്നിരുന്നുകൊണ്ട് പറയുക. എന്നാലും അംബിക ആള് കൊള്ളാവല്ലോ. അവളെ അഴിക്കകത്തിട്ട് പൂട്ടി. എനിക്ക് കാറും ബംഗ്ലാവും ഒക്കെ അംബിക തരും. എന്നാലും പോലീസ് മണത്തറിഞ്ഞാലോ? കൂടും കുടുക്കയൊക്കെ എടുത്ത് സ്ഥലം വിടുന്നതാ നല്ലത്. അയ്യോ, പോലീസിൻ്റെ ഇടികൊള്ളാൻ എനിക്ക് വയ്യ. ജയൻ കൊച്ചമ്മൻ്റെ തോളിലോട്ട് കൈവെക്കി. കൊച്ചമണി അങ്ങ് അലറുവാണ്. തള്ളേ, സത്യം പറഞ്ഞോ, ഈ കൊടുംചതിയിൽ നിങ്ങളുടെ സംഭാവന എന്തുവാ? അയ്യോ ദാണ്ടെ, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ നിനക്കിതിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ജയനപ്പോ ഓർക്കുവാണ്, ദൈവമേ, അംബിക തന്ന തോക്ക് ആദ്യമായിട്ട് ഞാനാണല്ലോ ഇവിടെ കൊണ്ടുവന്നത്. എടാ ജയ, നിരപരാധിയായി എന്നെ നീ പൂട്ടാൻ നോക്കിയാൽ നിന്നെ ഞാൻ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുവടാ. അങ്ങനെ പോലീസ് ജീപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി. മീഡിയക്കാരെല്ലാം കാത്തു നിൽക്കുവാണ്. ആ SI പറയുന്നു, ഇറക്കവളെ ഇങ്ങോട്ട്. മീഡിയക്കാരെല്ലാം ഹൃതികയെ പൊതിഞ്ഞിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുവാണ്. SI പറയുന്നു, ഇവളെ അകത്തോട്ട് കൊണ്ടുപോകും. മേഡത്തിന് ഇത് കുടുക്കിയതാണോ? ഇത് കള്ളക്കേസാണോ? ഇങ്ങനെ പലവിധ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. മീഡിയക്കാരുടെ ചോദ്യത്തിന് SI പറയുന്നു, കൂടുതലൊന്നും പറയാറായിട്ടില്ല. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാലം വല്ലാത്തതല്ലേ സാറേ? നിരപരാധിയെ ഒരാളെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും എന്നൊരാൾ ചോദിക്കുമ്പോൾ SI ചോദിക്കുന്നു, എന്താ നിന്റെ പേര്? എൻ്റെ പേര് സ്വാതി. കുറ്റക്കാരാരാണോ അവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പോലീസുകാർക്കുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തിട്ടും അന്വേഷണങ്ങൾക്കൊടുവിൽ മാത്രമേ കൃത്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. പ്രതി പ്രതാപവർമ്മയുടെ മകളാണ്. അതുകൊണ്ട് കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഹൃതിക ആ സ്റ്റേഷനിൽ അങ്ങനെ നിൽക്കുവാണ്. SI അപ്പം അങ്ങോട്ട് വന്നിട്ട് ഹൃതികയെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരോട് പറയുന്നത്, നിങ്ങൾ എന്ത് മര്യാദകേടാ കാണിക്കുന്നത്? ഒരു വനിതയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? അതും ഈ ഫെമിനിസ്റ്റ് കാലഘട്ടത്തിൽ. ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടില്ലല്ലോ. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? നിങ്ങൾ ഈ കുട്ടി എവിടത്താണെന്ന് വല്ലതും അറിയാവോ? സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു രാജകുമാരിയാ. മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകൾ, അദ്ദേഹത്തിന്റെ PA രാജുവിന്റെ വൈഫും. ഇങ്ങനെയൊക്കെയാണോ VIP പെരുമാറുന്നത്? ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ? ജോർജയെ ഒരു കസേര എടുത്തിട്ട് കൊടുക്കടോ. ആ പോലീസുകാരൻ ഒരു ചെയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇരുന്നാട്ടെ എന്നിങ്ങനെ SI പറയുമ്പോൾ ഹൃതിക അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അവൻ, ഇച്ചി എഴുന്നേക്കടി, ഇവിടെ വിരുന്ന് സൽക്കാരത്തിനല്ലടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗസ്റ്റ് ഹൗസും 5 സ്റ്റാർ ഹോട്ടലും ഒന്നും അല്ല. ഇത് പോലീസ് സ്റ്റേഷനാ. പട്ടാപ്പകൽ ഒരുത്തനെ പച്ചയ്ക്ക് കൊന്നവക്ക് കസേര എന്നും പറഞ്ഞ കസേര ചവിട്ടി തെറിപ്പിക്കുവാണ് അയാൾ. ഹൃതിക കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് നീ കൊന്നോ ഇല്ലയോ എന്ന് തെളിയിക്കാനാണല്ലോടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സാർ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. ആ അങ്കിളിനെ കൊന്നത് ഞാനല്ല. ആ അങ്കിളിനെ കൊന്നത് നീ അല്ലെങ്കിൽ പിന്നെ കൊച്ചു കൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ലേ നീ എന്നൊക്കെ വിളിക്കാവോ? അയ്യോ, അപ്പോൾ അയാളെ കൊന്നത് മേഡം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ പോലീസ് നായി വന്ന് മേഡത്തിനെ പിടികൂടിയത്? സാറേ, അത് മനുഷ്യരെ പോലെ പട്ടിക്കും തെറ്റ് പറ്റാറില്ലേ? ഷഡപ്പ് എന്നും പറഞ്ഞ അവൻ അലറുവാണ്. പട്ടിയെന്നോ? CI റോക്കിയെ പട്ടിയെന്നാണോ വിളിക്കുന്നത്? റെസ്പെക്റ്റോടെ വിളിക്കണം സാർ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അയാളെ കൊന്നത് ഞാനല്ല. മിണ്ടിപ്പോകരുത് നീ. അയാളെ കൊന്നത് എന്തിനാണെന്നും എല്ലാം എനിക്കറിയാം. അതെന്ത് കാരണത്താലാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഇനി ഞാൻ ചോദിക്കുമ്പോൾ നീ മണിയായിട്ട് ഉത്തരം പറഞ്ഞോണം. സാർ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണ് പെരുമാറുന്നത്. അതെ, എന്താ സംശയം? കൊലക്കുറ്റം ചെയ്തത് നീയാണെന്ന് പോലീസ് ഡോഗ് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ പ്രതി നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആ ഒരു മുൻവിധിയോടുകൂടി മാത്രമേ ഞാൻ നിന്നോട് പെരുമാറൂ. പ്രതിക വീണ്ടും കരഞ്ഞോണ്ട് പറയുക, സാർ, ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും എനിക്കില്ല. ഒരു തുമ്പിയെ പോലും ഞാൻ കൊല്ലില്ല. ഇതൊക്കെ ഒരു ചതിയാണ്. എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്ത ചതി. ഇത് മനസ്സിലാക്കണം. ഞാൻ സാറിനോട് അപേക്ഷിക്കുക. നിന്റെ ഒരു അപേക്ഷയും തൽക്കാലം ഇവിടെ സ്വീകരിക്കുന്നതല്ല. നിങ്ങളൊക്കെ എന്ത് നോക്കി നിൽക്കുവാടോ? ഇവളെ പിടിച്ച് ലോക്കപ്പിലിടറോ എന്ന് പറയുമ്പോൾ ഹൃതിക കരഞ്ഞുകൊണ്ട്, സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് സാർ, ഞാൻ നിരപരാധിയാണ് സാർ. അപ്പോഴേക്കും ഒരു വനിതാ കോൺസ്റ്റബിൾ വന്ന് ഹൃതികയെ ആ ജയിലറയ്ക്കകത്തോട്ട് ആക്കുവാണ്. പാവൻ ഹൃതിക ജയിലടിക്കുള്ളിൽ നിന്നുകൊണ്ട് കരയുന്നുണ്ട്. പ്ലീസ് സാർ, ഞാൻ പറയുന്നു ഒന്ന് വിശ്വസിക്കേ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഹൃതിക കരയുന്നു. പോലീസ് SI ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ ഫ്രണ്ട്സുകളായിരിക്കും ആ പോലീസും എല്ലാം. എന്തായാലും രാജുവും പ്രതാപവർമ്മയും ചേർന്ന് കൊച്ചമ്മണിയെയും പൂട്ടും, അംബികയും പൂട്ടും. യൂണിഫോമും അഴിച്ചു വെച്ച് SI വീട്ടിലും ഇരിക്കും. അങ്ങനെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.